ഹേ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ലേ മെറിഡിയൻ്റെ ഫ്രണ്ടിൽ. ഇതൊരു ചലഞ്ചാണ്, ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ചലഞ്ച്. എന്താണ് ചലഞ്ച്? അടുത്ത 24 മണിക്കൂർ നോ പ്ലാൻസ്. എൻ്റെ ചെറിയൊരു ആഗ്രഹം സാധിക്കാൻ ഞാൻ കൊച്ചിയിലോട്ട് പോവാണ്. മാത്രമല്ല IQ Neo 9 Pro കാണാനും കൂടെ. ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് ഈ ഒരു ട്രെയിൻ ഞാൻ മിസ്സാക്കി. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ അവസരം പാഴാക്കരുത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ബസ് യാത്രയാക്കി. അതുകൊണ്ട് 4 മണിക്കൂർ എത്തേണ്ട സ്ഥലത്ത് 5 മണിക്കൂർ കൊണ്ട് 100 രൂപ ചിലവാവേണ്ട സ്ഥലത്ത് 500 രൂപ ചിലവായി. മെട്രോ കയറി നേരെ അലൻചേട്ടൻ്റെ അടുത്തേക്ക്. 9 മണിയായപ്പോൾ അലൻചേട്ടൻ വന്നു. അവിടെ നിന്നൊരു വണ്ടി എടുത്ത് നേരെ ലേ മെറിഡിയനിലേക്ക്. അവിടെ ലേ മെറിഡിയൻ ഒരുപാട് കാലം മുമ്പ് ചെറിയൊരു ആഗ്രഹം ഉണ്ടായി ഇങ്ങോട്ടൊന്ന് കയറണമെന്ന്. ഇന്ന് ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് അലൻചേട്ടൻ. പണ്ടൊരു വ്ളോഗർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ബിസിനസ് മാൻ ആണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇവിടുത്തെ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലേ മെറിഡിയൻ്റെ വലിയ ബിൽഡിങ്ങിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇവന്റ് നടക്കുന്നത്. ഇവിടെ വെച്ച് ഞാൻ പുതിയൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. ജലാൽ എന്നാണ് പേര്. ഇവനാണ് തഹ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നേരെ ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതാണ് IQ Neo 9 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ബ്ലാക്ക് വേരിയൻറ്റ്. ഇതാണ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള Neo 9 Pro. കിഡിലൻ സാധനം. ലുക്ക് വൈസ് ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സാധനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വന്നത്. പക്ഷേ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതൊരു കിഡിലൻ പെർഫോമൻസ് ഫോണാണ്. സ്നാപ്ഡ്രാഗൺ Gen 2 പ്രൊസസ്സറൊക്കെ ഉള്ള കിഡിലൻ സാധനം. ടെക്കീസ് അല്ലാത്തവന്മാർ ഈ ഒരു ഇവൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇവിടെ വെച്ച് ഞാൻ വീണ്ടും ഒരാളെ പരിചയപ്പെട്ടു. മലയാളം ടെക്കിലെ ഇപ്പോഴത്തെ സാരഥി എഡ്വിൻ ബ്രോ. ഇവന്റിൽ കുറെ നേരം ഫൺ ടോക്ക് ഉണ്ടായി. അതിനുശേഷം കുറെ വെറുപ്പിക്കലും. ഇനി ഫുഡിങ് ടൈമാണ്. ഇവിടെ വെച്ച് ഞാൻ വീണ്ടും നിഖിൽ ബ്രോനെ കണ്ടു, സംസാരിച്ചു, വീണ്ടും ആ ഒരു പരിചയം പുതുക്കി. അപ്പൊ അവര് പറഞ്ഞു എല്ലാവരും കൂടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഫുഡ് അടിക്കാമെന്ന്. ആ സമയത്ത് ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഫുഡ് തന്നെ. ഫസ്റ്റ് ഞങ്ങൾ എടുത്തത് സൂപ്പായിരുന്നു. അലഞ്ചാണ്ടും ഞാനും വളരെയധികം എൻജോയ് ചെയ്ത് അത് കഴിച്ചു. ഇവിടെ ഫുഡൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റൈലാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള അളവിൽ ഇഷ്ടമുള്ള രീതിയിൽ എടുത്ത് കഴിക്കാന്നുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. എല്ലാ ഐറ്റംസിന്റെ അടുത്തും അതിന്റെ നെയിം ബോർഡ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഉള്ളതിന് വളരെ കുറച്ച് ഫുഡ് മാത്രം എടുത്ത് ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് കുറച്ചധികം ഫുഡ് തന്നെ ഞാൻ ട്രൈ ചെയ്ത അവസാനം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയായി. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലും ഉള്ളത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് മെല്ലെ മാത്രമേ കഴിക്കൂ. ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നേച്ചുറൽ എഫക്റ്റ് ഒക്കെ ഉണ്ട്. കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു വാട്ടർഫാൾസിന്റെ ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളി. ഇവിടെ എല്ലായിടത്തും വെയിലായതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളി സ്ഥലം അവിടെ തന്നെയാണ്. ഇതൊരു ലേക്കിന്റെ സൈഡിലാണ്. ഈ ഒരു ലേക്കിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഒടുക്കത്തെ വെയിലാണ്. പക്ഷെ ആംബിയൻസ് ഒരു രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ കോൾ ചെയ്യുന്നത് വേറെ ആരുമല്ല, എൻ്റെ ഒപ്പമുള്ളവന്മാരെ തന്നെയാണ്. ഈ ഒരു വലിയ സ്ഥലത്ത് അവന്മാരെ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും എളുപ്പം കോൾ ചെയ്യുക. പക്ഷെ കോൾ ചെയ്താൽ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. ഉച്ചയായപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളൊരു തീരുമാനം എടുത്തു. അതായത് 2 മണി. ഇതായിരുന്നു ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഞാനും അലഞ്ചേട്ടൻ അങ്ങനെ ഇറങ്ങി തുടങ്ങി. ഇവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവിടെ തന്നെ നിന്നു. വന്നിട്ട് എനിക്കിപ്പോൾ ഇറങ്ങിയാൽ മാത്രമാണ് ട്രെയിൻ കിട്ടുള്ളൂ. റിട്ടേൺ ഉള്ള പോക്ക് ട്രെയിനാക്കി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പണ്ടത്തെ കഥകളും പറഞ്ഞ് കുറച്ച് തള്ളും പറഞ്ഞ് നടന്നു തുടങ്ങി. എങ്ങനെയൊക്കെയോ കയറി പോലെയല്ല ഇറങ്ങിയത്, പക്ഷെ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനും ഒരുപാട് നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഹാപ്പിനെസ്സും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. IQ Neo 9 Proയും ലേ മെറിഡിയനിൽ കയറണം എന്നുള്ള ഈ 2 ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു യാത്ര. അങ്ങനെ ഞാൻ 5:30 ട്രെയിനിന് കയറി 10:30 റിട്ടേൺ എത്തി. 9:30 എത്തേണ്ട ട്രെയിനാണ് 10:30 എത്തിയത്. അതിനുശേഷം ഞാൻ KSRTC ബസ് സ്റ്റാൻഡ് കോഴിക്കോട് പോയി. അവിടെ നിന്ന് ബസ് കയറി പോകുന്ന വഴിക്ക്, അതായത് ബസ്സിൽ കയറുന്ന ഒരു തിരക്കിൻ്റെ ഇടയിൽ പെട്ട് ഏതോ ഒരുത്തൻ എൻ്റെ പേഴ്സ് അടിച്ചുകൊണ്ട് പോയി. എൻ്റെ 2 ഡോക്യുമെൻറ്റും എൻ്റെ NFC ബിസിനസ് കാർഡും ആയിരുന്നു അതിലുണ്ടായത്. പിന്നെ നമ്മുടെ സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ ആയതുകൊണ്ടും തന്നെ ഞാൻ കുറച്ച് നേരം ട്രെയിനിലിരുന്ന് പഠിച്ചു. വളരെ നല്ലൊരു ജേണി ആയിരുന്നു ഇത്. പക്ഷേ ഇതിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായി. ഒരുപാട് സങ്കടങ്ങളും എനിക്ക് കിട്ടി. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പല സിറ്റുവേഷനും സർവൈവ് ചെയ്യാമെന്ന് ഈ ഒരു ട്രാവലിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കി.